മറ്റൊരു വാർത്തയിലേക്ക് ഹിന്ദു നേതാവും ഇസ്കോൺ സന്യാസിയുമായ ചിന്മോയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ സംഘർഷം രൂക്ഷം. ഇസ്കോൺ നിരോധിക്കണമെന്ന് ബംഗ്ലാദേശ് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു. ഇസ്കോൺ മതമൗലികവാദ സംഘടനയാണെന്ന നിലപാടിലാണ് സർക്കാർ. വിവരങ്ങളുമായി അപർണ കുറുപ്പ് ന്യൂസ് ഡെസ്കിൽ ചേരും. അപർണ, വലിയ പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിൽ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹിന്ദു സംഘടനകൾ പ്രക്ഷോഭവുമായി രംഗത്ത് വരുന്നു. നിരവധി അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ എന്താണ് സർക്കാർ നിലപാട്? അവരുടെ ഈ മതമൗലികവാദ സംഘടനയാണെന്ന തരത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? കോടതിയുടെ നിർദ്ദേശം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? രഞ്ജിത്ത്, നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഹിന്ദു നേതാവ് ചിന്മോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായ വലിയ തരത്തിലുള്ള പ്രതിഷേധം അത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ മരണത്തിൽ പോലും കലാശിച്ചിരുന്നു. അതിനെ തുടർന്നാണ് കോടതിയിൽ അഭിഭാഷകൻ റിട്ട് ഹർജി നൽകുന്നത്. ഇസ്കോണിനെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു ഹർജി നൽകുന്നതിനടുത്ത് ബംഗ്ലാദേശ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്ന നിലപാട് തന്നെ ഈ സംഘടന നിരോധിക്കണം എന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് ബംഗ്ലാദേശ് സർക്കാർ പോകുന്നു. ഒപ്പം മതമൗലികവാദമാണ്, ഇതൊരു രാഷ്ട്രീയ പാർട്ടിയോ സംഘടനയോ അല്ല, മതമൗലികവാദമുള്ള ഒരു സംഘടനയാണ് ഇസ്കോൺ എന്നൊരു നിലപാടിലേക്ക് ബംഗ്ലാദേശ് സർക്കാർ കടക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു വശത്ത് സർക്കാർ ഈ നിലപാട് വ്യക്തമാക്കുമ്പോൾ മറുവശത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട, അതായത് ഹിന്ദു ക്ഷേത്രങ്ങളിലും ഹിന്ദു സംഘടനകളുടെ കേന്ദ്രങ്ങളിലുമെല്ലാം അതിതീവ്ര മുസ്ലിം അക്രമകാരികൾ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും ആ തരത്തിലുള്ള പ്രതിഷേധങ്ങളും എല്ലാം ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതിനിടയിൽ കൂടിയാണ് ബംഗ്ലാദേശ് സർക്കാർ ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇസ്കോണിനെ നിരോധിക്കണം എന്ന് തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആ സമയത്ത് കോടതി എടുത്തിരിക്കുന്ന നിലപാട് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. കോടതി എടുത്തിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ സർക്കാരിനോട് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാരിനോട്, അതായത് എപ്പോഴാണ് ഇസ്കോൺ സ്ഥാപിക്കപ്പെട്ടത്, അത് സംബന്ധിച്ച് സർക്കാരിന്റെ നിലപാട് എന്താണ്, രാജ്യത്തിലെ പൊതുവെയുള്ള ഒരു ക്രമസമാധാന നില എങ്ങനെയാണ് എന്നെല്ലാം നാളെ രാവിലെക്കുള്ളിൽ, അതായത് ഇന്ന് ഈ രാത്രിയിലുള്ള ഒരു സമയമാണ് കോടതി സർക്കാരിന് കൊടുത്തിരിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ ഈ കാര്യം വ്യക്തമാക്കണം. ഒപ്പം തന്നെ ഇത് അറ്റോർണി ജനറലാണ് ഈ വിഷയം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ സർക്കാർ നിരീക്ഷിച്ചു വരികയാണ് എന്ന നിലപാടും വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിനിടയിൽ ഇസ്കോണിന്റെ നേതാക്കളടക്കം ലോക രാഷ്ട്രങ്ങൾ ഇതിനകത്ത് ഇടപെടണം എന്നുള്ളൊരു ആവശ്യം ഒരു വശത്ത് ഉന്നയിക്കുന്നു. ഇന്ത്യ ആശങ്ക വ്യക്തമാക്കിയിരുന്നു. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുകയാണ് എന്നുള്ളൊരു ആശങ്ക ഇന്ത്യ വ്യക്തമാക്കിയപ്പോൾ ബംഗ്ലാദേശിന്റെ പ്രതികരണം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഇന്ത്യയുടെ കാര്യം നോക്കിയാൽ മതി, ഇതൊരു ആഭ്യന്തര വിഷയമാണ്, ഇന്ത്യ ഈ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന തരത്തിലുള്ള ഒരു നിലപാട് ബംഗ്ലാദേശ് വ്യക്തമാക്കിയിരിക്കുകയും ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും തസ്ലീമ നസ്രീനടക്കം ബംഗ്ലാദേശിലുള്ള ആക്ടിവിസ്റ്റുകൾ വരെ ചിന്മോയ് കൃഷ്ണദാസിന് അനുകൂലിച്ച പിന്തുണയുമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിരിക്കുകയാണ്. ആ തരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക, ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്നവരുടെ പ്രകടനം